ഫീനോൾസിൻ്റെ അസിഡിറ്റി പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഫീനോളിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. ഫീനോൾസിന് മെറ്റലുമായിട്ട് ആക്റ്റീവ് മെറ്റലും ആയിട്ടുള്ള സോഡിയം പോലെയുള്ളതുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് സോഡിയം ഫീനോക്സൈഡ് ഉണ്ടാക്കുന്നു എന്ന്. അതുപോലെ തന്നെ ഫീനോള് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ എക്വസ് സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടും സോഡിയം ഫീനോക്സൈഡ് ഉണ്ടാക്കുന്നു. ഈ റിയാക്ഷൻസ് എല്ലാം കാണിക്കുന്നത് ഫീനോളിന് അസിഡിക് ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഫീനോളിൻ്റെ സ്ട്രക്ചർ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. നമുക്കറിയാം ഫീനോൾ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് ഒരു OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലേ. ഈ OH ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലേക്കാണ്. ഇതിൽ ഈ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫീനോൾ മോളിക്യൂളിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ +1 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഫീനോളിനെ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന്. ഒന്ന് റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് എന്ന് വരച്ച് നോക്കൂ. ഫീനോളിൻ്റെ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫീനോളിൻ്റെ സ്ട്രക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ OH ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ടാണ് ആക്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓക്സിജനിലുള്ള ഈ എക്സ്ട്രാ ഇലക്ട്രോണുകൾ ഈ ഡബിൾ ബോണ്ടിലേക്ക് ഈ ബോണ്ടിലേക്ക് കാർബൺ ഓക്സിജൻ ബോണ്ടിലേക്ക് നൽകപ്പെടുന്നു അല്ലേ. ഇലക്ട്രോൺ വിഡ്രോയും ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ ബോണ്ട് ഡബിൾ ബോണ്ടായി മാറുകയും അതോടൊപ്പം തന്നെ റിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള ഈ ബോണ്ട് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. OH കാർബണുമായിട്ട് ഫോം ചെയ്യുന്ന ബോണ്ട് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ കാണിക്കുന്നു. മാത്രവുമല്ല റിങ്ങിലുള്ള ഈ ബോണ്ട് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് മൈനസ് ചാർജാണ്. ഇത് പിന്നീട് വീണ്ടും റിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്നു. തൊട്ടടുത്ത ബോണ്ട് റിങ്ങിൽ നിന്നും പുറത്തു വരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. ദെൻ വീണ്ടും ഈ നെഗറ്റീവ് ചാർജ് റിങ്ങിലേക്കും പിന്നീട് റിങ്ങിൽ നിന്നുള്ള ബോണ്ട് തൊട്ടടുത്ത കാർബൺ ആറ്റത്തിലേക്കും മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇതുപോലെയുള്ള റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സാണ്. വീണ്ടും നമുക്ക് റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചർ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഫിനോളിനെ 5 കാനോണിക്കൽ സ്ട്രക്ചേഴ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവയിലെല്ലാം തന്നെ നമുക്ക് വളരെയധികം വ്യക്തമാകുന്നത് എന്താണ്? ഇവിടെയുള്ള OH ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം റെസൊണൻസ് സ്ട്രക്ചേഴ്സുകളിൽ നമുക്ക് കാണാം ഓക്സിജൻ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ഉള്ളവയായിട്ട്. OH ഗ്രൂപ്പിലുള്ള ഓക്സിജൻ ആറ്റം പോസിറ്റീവ് ചാർജ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സിൽ നിന്നും ഫിനോളിലുള്ള ഓക്സിജന് പോസിറ്റീവ് ചാർജാണ് നമ്മൾ കണ്ടു അല്ലേ. ഇങ്ങനെ ഓക്സിജൻ പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ഓക്സിജന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ലഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതെ, ഇവിടെ ഫിനോളിലുള്ള OH ബോണ്ട് വീക്കൻ ചെയ്യുന്നു. അപ്പോൾ ഈ ബോണ്ട് വീക്ക് ആയതുകൊണ്ട് തന്നെ OH ബോണ്ട് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാനും H+ അയോണിനെ വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫിനോള് H+ അയോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് ബ്രോൺസ്റ്റഡ് ആസിഡ്സ് ആയിട്ട് അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആസിഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പ്രത്യേകം ഓർക്കണം. ഇത്തരത്തിൽ ഫിനോളിൻ്റെ അസിഡിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് നമ്മളെ വളരെയധികം സഹായിക്കും. ഫിനോളിൻ്റെ അസിഡിറ്റി ആൽക്കഹോളുമായിട്ടും വാട്ടറുമായിട്ടും നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും? നമുക്കറിയാവുന്ന പോലെ തന്നെ ആൽക്കഹോളുകളും ഫിനോളുകളും വാട്ടറും അസിഡിക് ആണ് അല്ലേ. ആൽക്കഹോളിനേക്കാൾ കൂടുതൽ അസിഡിക് ആണ് വാട്ടർ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഫിനോളിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഫിനോൾ ഈസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾസ് ആൻഡ് വാട്ടർ. This can be indicated by the reaction of phenol with aqueous NaOH. ഫിനോളുകൾ ആൽക്കഹോളിനേക്കാളും വാട്ടറിനേക്കാളും കൂടുതൽ അസിഡിക് ആണ് അല്ലേ. അതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഫിനോള് aqueous NaOHുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് സോഡിയം ഫിനോക്സൈഡ് ഉണ്ടാവുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ റിയാക്ഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഫിനോളുകൾ ആൽക്കഹോളിനേക്കാളും ആസിഡിനേക്കാളും കൂടുതൽ അസിഡിക് ആണ് എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ആൽക്കഹോളിനെയും ഫിനോളിനെയും ഒന്ന് കമ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആൽക്കഹോളിന് സെൽഫ് അയണൈസേഷൻ സംഭവിച്ചുകൊണ്ട് ആൽക്കോക്സൈഡ് അയോണും H+ അയോണുമാണ് ഉണ്ടാകുന്നത്. എന്നാൽ
ഫീനോളിനോ? ഫീനോളിന് സെൽഫ് അയണൈസേഷൻ സംഭവിച്ചുകൊണ്ട് ഫീനോക്സൈഡ് അയോണും H+ അയോണുമാണ് ഉണ്ടാകുന്നത്. ഇത് വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആൽക്കോക്സൈഡ് അയോണിനെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. ആൽക്കോക്സൈഡ് അയോൺ എന്ന് പറയുമ്പോൾ RO-, ഇതിൽ നെഗറ്റീവ് ചാർജ് ഈ ഓക്സിജനിൽ മാത്രമാണ് ലോക്കലൈസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ആ നെഗറ്റീവ് ചാർജ് ഈ ഓക്സിജനിൽ മാത്രമാണ് ലോക്കലൈസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഫീനോക്സൈഡ് അയോണിലുള്ള ഓക്സിജന്റെ നെഗറ്റീവ് ചാർജോ? ഇറ്റ് ഈസ് ഡീലോക്കലൈസ്ഡ്. ദ നെഗറ്റീവ് ചാർജ് ഇൻ ദിസ് ഓക്സിജൻ ഇറ്റ് ഈസ് ഡീലോക്കലൈസ്ഡ് ഇൻ ദ ഫീനോക്സൈഡ് റിംഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഫീനോളാണ് ആൽക്കഹോളിനെ അപേക്ഷിച്ച് കൂടുതൽ അസിഡിക് എന്ന് പറയാം. ഈ ഫീനോക്സൈഡ് അയോണിലുള്ള നെഗറ്റീവ് ചാർജിൻ്റെ ഡീലോക്കലൈസേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫീനോക്സൈഡ് അയോണിൻ്റെ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് എന്ന് കൺസിഡർ ചെയ്ത് നോക്കിയാലോ? ഫീനോക്സൈഡ് അയോണിൻ്റെ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചറിലേക്ക് കടക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ഫീനോക്സൈഡ് അയോൺ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഓക്സിജൻ ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് നമുക്ക് കാണാം. ഈ നെഗറ്റീവ് ചാർജ് കംപ്ലീറ്റ്ലി ഡീലോക്കലൈസ്ഡ് ആണ്. നോക്കൂ എങ്ങനെയാണ് റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുക എന്നുള്ളത്. ഈ നെഗറ്റീവ് ചാർജ് കംപ്ലീറ്റ്ലി ഡീലോക്കലൈസ്ഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് വരയ്ക്കേണ്ടത്. ഇങ്ങനെ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫീനോക്സൈഡ് അയോണിൽ ഓക്സിജൻ ആറ്റത്തിലുള്ള നെഗറ്റീവ് ചാർജ് റിങ്ങിൽ കംപ്ലീറ്റ്ലി ഡീലോക്കലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഡീലോക്കലൈസേഷൻ ഓഫ് ദിസ് നെഗറ്റീവ് ചാർജ് മേക്സ് ഫീനോക്സൈഡ് അയോൺ മോർ സ്റ്റേബിൾ which favors the ionization of phenol. ഫീനോളിൻ്റെ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ ഫീനോക്സൈഡ് അയോണിൻ്റെ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഫീനോളിൻ്റെ കേസിൽ നമുക്കൊരു ചാർജ് ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും അല്ലേ? അവിടെ ഓക്സിജന് പോസിറ്റീവ് ചാർജ്, പാർഷ്യൽ പോസിറ്റീവ് ചാർജാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ ഫീനോക്സൈഡ് അയോണിൽ ഈ നെഗറ്റീവ് ചാർജ് റിങ്ങിൽ കംപ്ലീറ്റ്ലി ഡീലോക്കലൈസ് ചെയ്യപ്പെടുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഫിനോൾ മോളിക്യൂൾ ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ ഫീനോക്സൈഡ് അയോൺ. എന്താണ് ഫിനോൾ മോളിക്യൂളിൻ്റെ ലെസ് സ്റ്റെബിലിറ്റിക്ക് കാരണം? അവിടെ ഫിനോൾ മോളിക്യൂളിൻ്റെ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിലൊരു ചാർജ് സെപ്പറേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദാറ്റ് വീക്കൻസ് ദ OH ബോണ്ട് ആൻഡ് ഇറ്റ് വെരി ഈസി ടു ഡൊണേറ്റ് ദ H+ അയോൺസ്. അതുകൊണ്ട് തന്നെ ഫീനോക്സൈഡ് അയോണിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കുറവുള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫീനോൾസിൻ്റെ അസിഡിറ്റിയെ പറ്റി നമുക്ക് പഠിക്കാം. അതിനു വേണ്ടിയിട്ട് ഫീനോളിൽ സബ്സ്റ്റിറ്റ്യൂഷനുള്ള കോമ്പൗണ്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളായിട്ടുള്ള NO2 പോലെയുള്ളവ ഉള്ള ഫീനോളിനെയാണ്. ഫോർ എക്സാമ്പിൾ നൈട്രോഫീനോൾ. ഫീനോളിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ വരികയാണെങ്കിൽ ദാറ്റ് എൻഹാൻസസ് ദ സ്ട്രെങ്ത് ഓഫ് ഫീനോൾ. എന്താണ് അതിന് പിന്നിലെ കാരണം? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീനോക്സൈഡിൻ്റെ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് വരച്ചത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് കാണാം ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ് നെഗറ്റീവ് ചാർജ് വന്നിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ വരികയാണെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫീനോളിൻ്റെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ മറിച്ച് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പുകളാണ് വരുന്നതെങ്കിലോ നമുക്കറിയാം ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പുകൾ ഇലക്ട്രോൺസിനെ അവിടെയുള്ള ഓക്സിജൻ ആറ്റത്തിലേക്ക് കൊടുക്കുക വഴി OH ബോണ്ട് വീക്കൻ ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതിനാൽ നമുക്ക് പറയാം ദ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് സച്ച് ആസ് ആൽക്കൈൽ ഗ്രൂപ്പ് ഡു നോട്ട് ഫേവർ ദ ഫോർമേഷൻ ഓഫ് ഫീനോക്സൈഡ് അയോൺ. And hence we can say that kind of substituted phenols are having less acidic strength. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണ് വരുന്നതെങ്കിൽ ഫിനോളിൻ്റെ അസിഡിക് സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതലായിരിക്കും അവയ്ക്കുണ്ടായിരിക്കുക. എന്നാൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പുകളുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ് ഉള്ള ഫിനോൾസ് ആണെങ്കിൽ അവയുടെ അസിഡിക് സ്ട്രെങ്ത് കുറവായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൈട്രോഫിനോൾ. ഫിനോളിലേക്ക് ഒരു NO2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ട ഫിനോളിനേക്കാൾ അസിഡിക് സ്ട്രെങ്ത് കൂടുതലാണ്. എന്നാൽ ക്രസോൾ കോമ്പൗണ്ട്സിന്, അതായത് ബെൻസീൻ റിങ്ങിൽ OH ഗ്രൂപ്പ് കൂടാതെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പായിട്ടുള്ള CH3 കൂടെ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ക്രസോൾ കോമ്പൗണ്ടുകൾക്ക് ഫിനോളിനേക്കാൾ
അസിഡിറ്റി കുറവാണ് എന്നും ഓർക്കേണ്ടതായിട്ടുണ്ട്.